ഓം ശാന്തി. ഞാൻ സംഗമയുഗി ബ്രാഹ്മണാത്മാവാണ്. ഈ ബ്രാഹ്മണ ജന്മത്തിൽ എനിക്ക് ലഭിച്ചിട്ടുള്ളത് പരിധിയില്ലാത്ത ഈശ്വരീയ ഫാമിലിയാണ്. ഞാൻ നിരാകാരനായ ശിവ് ബാബയുടെ കുട്ടിയാണ്, ശിവവംശിയാണ്. അതോടൊപ്പം സാകാര രൂപത്തിൽ പ്രജാപിത ബ്രഹ്മബാബയുടെയും ജഗത് മാതാവായ ജഗദംബ സരസ്വതിയുടെയും കുട്ടിയാണ്. എല്ലാ ബ്രഹ്മകുമാരിമാരും എൻ്റെ തന്നെ ദൈവീക സഹോദരങ്ങളാണ്. ഞാനിപ്പോൾ പരിധിയില്ലാത്ത ഈശ്വരീയ കുടുംബത്തിലേതാണ്. ഈ സ്മൃതി എനിക്ക് അതിയായ സന്തോഷം നൽകുന്നു. ബാബ ഇപ്പോൾ രാജയോഗം അഭ്യസിപ്പിച്ച് എന്നെ മനുഷ്യനിൽ നിന്നും ദേവതയാക്കി മാറ്റുകയാണ്. വിഷ്ണുപുരിയുടെ അധികാരിയാക്കി മാറ്റുകയാണ്. ബാബ ഈ സൃഷ്ടിയിൽ അവതരിക്കുന്നതോടുകൂടി പഴയ ലോകം പരിവർത്തനപ്പെട്ട് പുതിയതായി മാറുകയാണ്. മൃത്യുലോകം അമരലോകമായി മാറുന്നു. നരകതുല്യമായ ഈ ലോകം സ്വർഗമായി മാറുന്നു.
ബാബ എന്നെയും ഈ മൃത്യു ലോകത്തിൽ നിന്ന് മുക്തമാക്കി അമരപുരിയിലേക്ക് കൊണ്ടുപോവുകയാണ്. എന്നെ അമരനാക്കി മാറ്റുകയാണ്. ദീർഘായുസ്സ് നൽകുകയാണ്. അയ്യായിരം വർഷങ്ങൾക്ക് മുമ്പും ഈ ഭാരതം അമരലോകമായിരുന്നു. ഇനി വീണ്ടും ആവുകയാണ്. ഭാരതം ശിവ് ബാബയുടെ ജന്മഭൂമിയാണ്, അവതരണ ഭൂമിയാണ്. ദേവീ ദേവതമാർ വസിച്ചിരുന്ന പുണ്യഭൂമിയാണ്. ബാബ ഭാരതത്തിൽ അവതരിച്ച് ഭാരതവാസികളെ നരകവാസിയിൽ നിന്നും സ്വർഗവാസിയാക്കി മാറ്റുകയാണ്. ബാബ സ്വർഗത്തിന്റെ രചയിതാവാണ്. ബാബയുടെ ആദ്യത്തെ രചന ബ്രാഹ്മണധർമ്മമാണ്. ഞാനിപ്പോൾ ശിവ് ബാബയുടെയും ബ്രഹ്മ ബാബയുടെയും കുട്ടിയായ ശ്രേഷ്ഠ ബ്രാഹ്മണാത്മാവാണ്. കുടുമിയായ ബ്രാഹ്മണനാണ്. ബ്രാഹ്മണനിൽ നിന്നും നാളെ ഞാൻ ദേവതാ ആത്മാവാകുന്നു. എന്റെ ബുദ്ധിയിൽ ഇപ്പോൾ വിരാട രൂപത്തിന്റെ ചിത്രം തെളിയുകയാണ്. വിരാട രൂപത്തിൽ മുഖം ദേവതാ സംസ്കാരത്തെ കാണിക്കുന്നു.
കൈകൾ ക്ഷത്രിയ സംസ്കാരത്തെ കാണിക്കുന്നു. വയർ വൈശ്യ സംസ്കാരത്തെയും കാലുകൾ ശൂദ്ര സംസ്കാരത്തെയും കാണിക്കുന്നു. കുടുമി ബ്രാഹ്മണ സംസ്കാരമാണ്. ഞാനിപ്പോൾ ശൂദ്രനിൽ നിന്നും ബ്രാഹ്മണനായിരിക്കുകയാണ്. ബ്രാഹ്മണ ജന്മം ഏറ്റവും ഉയർന്ന ജന്മമാണ്. കുടുമിയാണ്. ബ്രാഹ്മണനിൽ നിന്നും വീണ്ടും ഞാൻ നാളെ ദേവതയാകുന്നു. എൻ്റെ 84 ജന്മങ്ങളുടെ ചക്രം ബുദ്ധിയിൽ സ്പഷ്ടമാവുകയാണ്. എൻ്റെ ഏറ്റവും ശ്രേഷ്ഠ ജന്മം ഈ ബ്രാഹ്മണ ജന്മമാണ്. എല്ലാ ബ്രഹ്മകുമാരിമാരും എൻ്റെ സഹോദരീ സഹോദരന്മാരാണ്. എല്ലാവരും ഒരച്ഛൻ്റെ മക്കളാണ്. അതിനാൽ എല്ലാ വികാരി ബന്ധങ്ങളിൽ നിന്നും മുക്തമാണ്. ആഹാരവ്യവഹാരങ്ങളിലും സമ്പൂർണ്ണ പവിത്രത പാലിക്കുന്ന ഞാനിപ്പോൾ സത്യമായ വൈഷ്ണവനാണ്, നിർവികാരിയാണ്. ജീവിച്ചിരിക്കെ തന്നെ ഈ നരകത്തിൽ നിന്നും മരിച്ച് ഞാൻ എൻ്റെ ബുദ്ധിയോഗം സ്വർഗത്തിൽ വയ്ക്കുന്നു. ഞാൻ നാളെ വിഷ്ണുപുരിയുടെ അധികാരിയാവുകയാണ്. ബാബ വന്ന് മുഴുവൻ സൃഷ്ടിയുടെയും ആദി മധ്യ അന്ത്യത്തിൻ്റെ രഹസ്യം എനിക്ക് മനസ്സിലാക്കി തന്നു.
ഞാനിപ്പോൾ ശിവബാബയുടെ സന്മുഖത്തിരുന്ന് മുഴുവൻ ജ്ഞാനവും ഗ്രഹിക്കുകയാണ്. ജ്ഞാനത്തിൻ്റെ സാഗരമായ ശിവബാബയിൽ നിന്നും ഉത്ഭവിച്ച ജ്ഞാനനദിയാണ് ഞാൻ. ജ്ഞാനത്തിൻ്റെ ഗംഗയായി ഒഴുകി ഞാൻ പതീത ആത്മാക്കളെ പാവനമാക്കുന്ന സേവനം ചെയ്യുകയാണ്. സർവർക്കും ബാബയുടെ പരിചയം നൽകി ബാബയുടെ അടുത്തേക്ക് എത്തിക്കുകയാണ്. ഈ സംഗമയുഗം ജ്ഞാനസാഗരമായ ശിവബാബയും ജ്ഞാനനദികളും തമ്മിലുള്ള മംഗളമിലനം അഥവാ മേള നടക്കുന്ന സമയമാണ്. ഈ മേളയിലൂടെയാണ് ആത്മാക്കൾ പാവനമായി മാറുന്നത്. ഞാൻ നിരന്തരം ബാബയുടെ ഓർമ്മയിലിരുന്ന് പാവനമായി മാറുകയാണ്. മറ്റെല്ലാത്തിൽ നിന്നും ബുദ്ധിയെ മാറ്റി ഒരേ ഒരു ശിവബാബയിൽ ഏകാഗ്രമാക്കുന്നു. എനിക്കൊരേ ഒരു ബാബ, രണ്ടാമതായി മറ്റാരും തന്നെയില്ല. ഈ പാഠം എൻ്റെ ഉള്ളിൽ ദൃഢമാണ്. എന്ത് കർമ്മം ചെയ്യുമ്പോഴും സദാ ഞാൻ എൻ്റെ ബുദ്ധി ബാബയിൽ തന്നെ ഏകാഗ്രമാക്കുന്നു. അതിനാൽ ഓരോ കർമ്മവും ശ്രീമത്ത് അനുസരിച്ച് അഥവാ ധർമ്മത്തിൻ്റെ ആധാരത്തിൽ ചെയ്യാൻ എനിക്ക് സാധിക്കുകയാണ്. എൻ്റെ ധർമ്മവും ശ്രേഷ്ഠമാണ്, എൻ്റെ കർമ്മവും ശ്രേഷ്ഠമാണ്.
ധർമ്മത്തിൻ്റെയും കർമ്മത്തിൻ്റെയും ശരിയായ ബാലൻസ് വയ്ക്കുന്ന ഞാൻ ശ്രേഷ്ഠ ബുദ്ധിവാനാണ്. ദിവ്യ ബുദ്ധിയുള്ള ആത്മാവാണ്. ഓം ശാന്തി.